ഒരു തരത്തിലും അവസാനിക്കാത്ത വിവാദങ്ങളും വാർത്തകളുമായി മറ്റൊരാൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് PV അൻവറാണ്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു PV അൻവർ. തൃണമൂൽ കോൺഗ്രസുമായുള്ള അടുപ്പം പക്ഷേ PV അൻവറിന്റെ MLA സ്ഥാനം നഷ്ടമാക്കുമോ എന്ന ചർച്ചകളാണ് അടുത്ത സ്റ്റെപ്പായി ഇപ്പോൾ സജീവമാവുന്നത്. സ്വതന്ത്ര MLA ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ആ വ്യക്തിക്ക് ബാധകമാകും. ഇതുകൊണ്ട് തന്നെ അൻവറിന് പാർട്ടി കുടുംബം അതുകൊണ്ട് തന്നെ അൻവറിന്റെ MLA സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചില ആശങ്കകളുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. അൻവറിന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതമെന്നാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അംഗത്വം എടുത്തിട്ടില്ലെന്നും സംസ്ഥാന കോർഡിനേറ്റർ എന്ന ചുമതല മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് കുടുംബത്തിലേക്കെത്തിയ PV അൻവറിന് ഹാർദമായ സ്വാഗതം. ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി PV അൻവറിനെ ഷാളണിയിച്ച് സ്വീകരിക്കുന്ന ചിത്രങ്ങളോടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച ചിത്രങ്ങളും വാക്കുകളുമാണിത്. പക്ഷേ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് PV അൻവറിന്റെ വിശദീകരണം. ഞാൻ അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്. മാഡത്തിനെ കണ്ടിട്ടില്ല, ഒരു സ്ഥലത്തില്ല, അവിടെ കൽക്കട്ടയിലില്ല. പാർട്ടിയുടെ നാഷണൽ ഓഫീസിൽ വെച്ചിട്ടാണ് നാഷണൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി MP കണ്ടത്. പ്രധാനമായിട്ടാണ് കൂടിക്കാഴ്ച. നമ്മൾ ഇതുമായി സഹകരിക്കാവുന്ന പരമാവധി ആളുകളെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക. പുതിയ പാർട്ടിയിൽ അംഗത്വമെടുത്താൽ PV അൻവറിന്റെ MLA സ്ഥാനത്തിന് തന്നെ ഭീഷണിയാകും. സ്വതന്ത്ര MLA ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. ഇത്തരത്തിൽ പരാതി കിട്ടിയാൽ നിയമസഭാ സ്പീക്കർക്ക് പരിശോധിക്കാം. സ്പീക്കർക്ക് ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മമതാ ബാനർജിയെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ മറുവശത്ത് കേരളത്തിൽ UDFുമായി സഹകരിച്ചു പോകാനുള്ള നീക്കങ്ങളും PV അൻവർ തുടരും. ന്യൂസ് 18 മലപ്പുറം, തിരുവനന്തപുരം. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി അൻവർ എങ്ങോട്ടേക്കാവും പോവുക എന്ന രീതിയിൽ പല ചർച്ചകളൊക്കെ നടന്നിരുന്നു. അൻവർ DMKയിൽ ചേരാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ്, എന്തായാലും UDFുമായിട്ടുള്ള അടുപ്പം അദ്ദേഹം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഇന്നലെ ആ സ്ഥിരീകരണം വന്നു, തൃണമൂൽ കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന്റെ അടുത്ത പാളയമെന്ന്. പക്ഷേ വെല്ലുവിളികളെല്ലാം ബാക്കിയാണ്. പ്രത്യേകിച്ച് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന്റെ MLA സ്ഥാനം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി ഒരു അംഗത്വം എടുത്താൽ. LDFന് യാതൊരു തരത്തിലുള്ള മമതയും ഇല്ല. ഇപ്പോൾ അൻവറിനോട് സർക്കാർ വളരെ കടുത്ത നിലപാടിൽ തന്നെയാണുള്ളത്. അവരെ അത്രയേറെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയുള്ള അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും? ഈ കോർഡിനേറ്റർ ആണ്, അംഗത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് എത്ര നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ പോകാൻ പറ്റും? ശ്രീജ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞൊരു 6 മാസമായിട്ട് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം വനം വകുപ്പിന്റെ ഓഫീസ് ആക്രമിച്ച വിഷയത്തിൽ ജയിലിൽ പോവുകയും തുടർന്ന് പുറത്തിറങ്ങുകയും അതിനുശേഷം UDFിനൊപ്പമാണ് താനിണിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ UDFിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കടന്നുവരവും അത്ര വേഗത്തിലൊന്നും ഇപ്പോൾ നടക്കുന്ന സാഹചര്യമല്ല. അദ്ദേഹവുമായിട്ട് ആ ഒരു വിഷയത്തിൽ നേതാക്കൾ പിന്തുണ അറിയിക്കുന്നുണ്ടെങ്കിലും UDFിലേക്ക് വരാനുള്ള ഒരു വഴി ഇപ്പോഴും അൻവറിന് ഒരുങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന് TMCയിലേക്കുള്ള പ്രവേശനം വന്നിരിക്കുന്നത്. എന്നാൽ അൻവർ തന്റെ MLA സ്ഥാനം നഷ്ടമാകുന്ന തരത്തിൽ ഒരു നീക്കവും നടത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു തരത്തിലും നേടിയത് ജനങ്ങൾ തന്ന അംഗീകാരങ്ങൾ ഒന്നും തിരിച്ചു കൊടുക്കുന്നതല്ലാതെ അദ്ദേഹം ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ സമയത്തെ വ്യക്തമാക്കിയതാണ്. MLA സ്ഥാനം രാജിവെക്കുന്ന ഒരു തരത്തിലുള്ള നടപടി അദ്ദേഹത്തിന് ഉണ്ടാകില്ലെന്ന് പറഞ്ഞിരുന്നു. നഷ്ടമാക്കുന്ന തരത്തിലുള്ള നടപടികൾ അദ്ദേഹം നടത്തില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് നോക്കിയിട്ട് മാത്രമേ അദ്ദേഹം അത്തരത്തിലുള്ള തീരുമാനമെടുക്കുള്ളൂ. അദ്ദേഹം DMK എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ പോലും താൻ അതിൻ്റെ രക്ഷാധികാരി ആണ്, ആ സംഘടനയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ അതിൻ്റെ അംഗത്വം എടുത്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. രാഷ്ട്രീയ സംഘടനയല്ല, ഒരു പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇപ്പോൾ DMCയുടെ ഭാഗമാകുന്നു എന്ന് അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് താൻ അതിൻ്റെ ഒരു സംസ്ഥാന കോർഡിനേറ്റർ മാത്രമായിട്ടാണ് ഇനി സേവനം ഉണ്ടാക്കുക, അതായത് അംഗത്വം എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ അദ്ദേഹത്തിന്റെ TMCയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ള ട്വിറ്ററിലെ പങ്കുവെച്ച ഫോട്ടോസും അതിൻ്റെ പോലെ തന്നെ അഭിഷേക് ബാനർജിയുടെ വാക്കുകളും ഒക്കെ ഇടതുപക്ഷത്തിന് അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളാണ്. പക്ഷെ അതിൽ രണ്ടു വശവും ചിന്തിച്ച് ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കുമെങ്കിൽ പോലും
അൻവറിനെതിരെ അതൊരു ആയുധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെയാണ് അൻവർ ഈ നിയമപരമായിട്ട് പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടു തന്നെയാണ് താൻ ഇതിൻ്റെ കോർഡിനേറ്റർ മാത്രമാണ്, അംഗത്വം ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നിയമസഭാ അംഗത്വം രാജിവെച്ച് ഒരുപക്ഷെ TMCയിൽ ഔദ്യോഗികമായിട്ട് ചേർന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒപ്പം തന്നെ TMCയെ UDFന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തും. UDFന്റെ ഒരു മുന്നണി ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പുറത്തുനിന്ന് സഹകരിക്കുന്ന തരത്തിൽ ഒരു നീക്കുപോക്ക് അദ്ദേഹം TMCയുടെ ഭാഗമാകുമ്പോൾ ഉണ്ടാകും. മാത്രം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മമതാ ബാനർജിയെ പോലെ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനെ ചോദ്യം ചെയ്യുന്ന, ഫാസിസത്തെ എതിർക്കുന്ന, നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന ഒരു നേതാവിൻ്റെ സാന്നിധ്യം, ഒരു നേതാവിൻ്റെ പിന്തുണ അൻവറിനുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും UDFനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ TMCയുടെ ഭാഗമാകുമ്പോൾ അൻവറിന് അത്തരത്തിലുള്ളൊരു പിന്തുണ അവകാശപ്പെടാം. അത്തരത്തിൽ ഒരു ദേശീയ നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാം. അത് UDFനൊപ്പം നടക്കുവാൻ മുന്നണിയുടെ ഭാഗമല്ലെങ്കിൽ പോലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ പല തരത്തിലും ഈ TMCയിലെ അംഗത്വം, TMCയുടെ സഹകരണം അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിൽ LDF, UDF, NDA എന്നീ മുന്നണികളല്ലാതെ മറ്റൊരു സംവിധാനമില്ല എന്നതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ സീറ്റ് സംബന്ധിച്ചിട്ട് തർക്കങ്ങൾ അത് UDFന് എങ്ങനെ കൈകാര്യം ചെയ്യാനാകും എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സീറ്റ് സംബന്ധിച്ച് ഒരു തർക്കത്തിനും താനില്ല എന്ന് അൻവർ ഇപ്പോൾ പറഞ്ഞാൽ പോലും അൻവറിനൊപ്പമുള്ളവർ അദ്ദേഹം നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് മുന്നണിയിലേക്കുള്ള പ്രവേശനവും, അതായത് TMCയുടെ ഭാഗമായിട്ട് അദ്ദേഹം UDFിലാണെങ്കിലും പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ സീറ്റ് ഒരു തലവേദനയായിട്ട് തന്നെ വരും മുന്നണിക്ക് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കരുത്ത് തെളിയിക്കാൻ ഈ ഒരു TMC പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളൊക്കെ സഹായിക്കും. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ മമതാ ബാനർജി അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമവും സ്വാഭാവികമായും അദ്ദേഹം വളരെ ബുദ്ധിയുള്ള ഒരാളാണ്. പലപ്പോഴും അബദ്ധങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൈവിട്ടൊരു കളിക്ക് തയ്യാറാവില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ആ MLA സ്ഥാനമാണ് ഇപ്പോൾ കയ്യിലുള്ള തുറുപ്പ് ചീട്ട് എന്ന് നല്ല കൃത്യമായ ബോധ്യം PV അൻവറിനുണ്ട്. വീണ്ടും